നമ്മളിന്ന് പാലക്കാടൻ ബിരിയാണിയായിട്ട് ഉണ്ടാക്കുകയാണ്. വളരെ സിമ്പിളായിട്ട് അതുപോലെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റും ട്ടാ. അതിന് നമുക്ക് ആദ്യം ഓയിൽ ഒഴിച്ച ശേഷം നമ്മൾക്ക് എരിവിന് വേണ്ട പച്ചമുളക് യൂസ് ചെയ്യാം. ഇവിടെ മുളക് പൊടി നമ്മൾ യൂസ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് എത്ര എരിവാണോ വേണ്ടത് അതിനനുസരിച്ചുള്ള പച്ചമുളക് ഇവിടെ ആഡ് ചെയ്തിട്ട് അത് മൂടി വെക്കണം. ആ പൊട്ടിത്തെറിക്ക് നമ്മുടെ മേലോട്ട് തെറിക്കാണ്ടിരിക്കാനാണ് മൂടി വെക്കുന്നത് ട്ടോ. പിന്നെ അതിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച ഉള്ളി, ഒരു അത്യാവശ്യം ഉള്ളി ഉണ്ടെങ്കിൽ തന്നെയാണ് നമ്മുടെ ഈ പാലക്കാടൻ ബിരിയാണി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതെൻ്റെ ഉമ്മ പറയാറുണ്ട്. പക്ഷേ ചിലവരുടെ ഒന്നും ഞാൻ ഉള്ളി അധികം ഇടുന്നത് കണ്ടിട്ടില്ല. പക്ഷേ ഉമ്മ നല്ലോണം ഇടും. അപ്പോൾ അത് അത്യാവശ്യം ഒരു 5, 6, 10 ഉള്ളി നമ്മൾ അരിഞ്ഞിട്ടിട്ട് നമുക്ക് എത്ര ക്വാണ്ടിറ്റിയാണ് വെക്കുന്നത് അതിനനുസരിച്ചിട്ടിട്ട് എന്നിട്ട് നമ്മൾ ഇതിലോട്ട് സ്പൈസസ് ആഡ് ചെയ്യുക. ഗ്രാമ്പൂ, ഏലക്ക, കറുവപ്പട്ട ഇതൊക്കെയാണ് നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിട്ട് നല്ലോണം ഇത് മിക്സ് ചെയ്താൽ നല്ല ഗോൾഡൻ ബ്രൗൺ ആവണമെന്ന് വെച്ചാൽ അത്രയും ടേസ്റ്റ് നമുക്ക് കിട്ടും. നല്ലോണം മിക്സ് ചെയ്ത് നല്ലോണം വഴണ്ട് വരണം കേട്ടോ നമ്മുടെ ഉള്ളി. അതിന് ശേഷം നമ്മളിതിലോട്ട് ഇലകളും തക്കാളിയൊക്കെ ആഡ് ചെയ്യണത് നല്ല പഴുത്ത തക്കാളി വേണം ആഡ് ചെയ്യാനും. പിന്നെ ഇലകളിൽ നമുക്ക് എന്തായാലും പാലക്കാടൻ ബിരിയാണി വെക്കുന്ന സമയത്തുണ്ടല്ലോ മറ്റേ പുതിനയിലയും അതുപോലെ മല്ലിയിലയും ഒക്കെ ആവശ്യമാണ്. അപ്പോൾ നമ്മൾ അതെന്തായാലും സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക. പിന്നെ നമ്മൾ ഇതിലോട്ട് ഞാൻ ഒരു ബിരിയാണി മസാലയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. ഗരം മസാല എന്നും പറയും, പക്ഷേ ഇത് ബിരിയാണി മസാല ഞാൻ കുറച്ചുകൂടെ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ റെസിപ്പി ഞാൻ വേണമെങ്കിൽ തരാം. ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് എൻഹാൻസ് ചെയ്യുന്നത്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരി ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്യാം. അതിൻ്റെ ആവശ്യം വരില്ല, നമുക്ക് ഇതിട്ടാൽ തന്നെ ടേസ്റ്റ് ഉണ്ടാകും. അതിന് ശേഷം ഞാൻ പറഞ്ഞ പോലെ ഈ ഇലകളും ഈ തക്കാളി നല്ല പഴുത്ത നോക്കിയെടുക്കണം, എന്നാലേ നമുക്ക് അതിൻ്റെ കളറും ആ ടേസ്റ്റൊക്കെ കിട്ടുള്ളൂ. പിന്നെ ഇലകളും നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റിയിലിട്ടാലും അത് ടേസ്റ്റ് ഉണ്ടാകുള്ളൂ കേട്ടോ. പിന്നെ നല്ലോണം അത് മിക്സ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത ശേഷം ഇതിലോട്ട് നമ്മൾ ചിക്കൻ മാറ്റിയത് മസാല ഞാൻ തേച്ച് വെച്ചിട്ടുണ്ട് ചിക്കൻ, അതും ഇതിലോട്ട് ഇടേണ്ടതാണ് കേട്ടോ. പിന്നെ ഈ പാലക്കാടൻ ബിരിയാണി എന്ന് പറയുന്ന സമയത്ത് എനിക്കിവിടെ അടുത്തു നിന്നൊക്കെ ഞാൻ എൻ്റെ നൈബേഴ്സിൻ്റെ അവിടെ നിന്നൊക്കെ ബിരിയാണി കഴിച്ചിട്ടുണ്ട്. അതിനുള്ളൊരു എക്സ്പീരിയൻസ് കൊണ്ട് പറയുകയാണ്. എനിക്ക് ഇവിടുത്തെ ബിരിയാണി ഒന്ന് ഞങ്ങൾ ഉണ്ടാക്കുന്ന ബിരിയാണീൻ്റെ ടേസ്റ്റ് എനിക്ക് കിട്ടാറില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. ഇതൊരു ടേസ്റ്റ് വേറെ തന്നെയാണ്. നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ ചിക്കൻ ഇതിലോട്ട് ആഡ് ചെയ്ത ശേഷം നല്ലോണം മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം നമ്മളിതിലോട്ട് ആ എണ്ണ മറ്റൊരു തെളിഞ്ഞ് വരിക എന്നൊക്കെ പറയില്ല, നമ്മൾ അതുവരെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. അതിന് ശേഷം നമ്മളിതിലോട്ട് ഈ അരിൻ്റെ കണക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അരിൻ്റെ വെള്ളത്തിൻ്റെ കണക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ട് ഗ്ലാസ് വെള്ളമാണെങ്കിൽ 1 ഗ്ലാസ് അരി, അങ്ങനെ 1 ഗ്ലാസ് അരിയാണെങ്കിൽ 2 ഗ്ലാസ് വെള്ളം, അങ്ങനത്തെ ഒരു ക്വാണ്ടിറ്റിയിലാണ് നമ്മളിതിലോട്ട് ആഡ് ചെയ്യണത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുക്കറിലും ഇതേ അളവൊക്കെ വെച്ച് നമുക്ക് കുക്കറിലും ഉണ്ടാക്കാം. കുക്കറിലുണ്ടാക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റാണ്. അതുപോലെ ഇങ്ങനെ പ്രഷർ ചെയ്തിട്ടിരുന്ന് ഉണ്ടാക്കൽ അടുപ്പിലുണ്ടാക്കൽ ടേസ്റ്റ് കേട്ടോ. പിന്നെ നമ്മൾ കഴുകി വെച്ച അരി അത് ഇതിലോട്ട് ആഡ് ചെയ്യുക. അതിന് ശേഷം ഇതിലോട്ട് നാരങ്ങ നീര് ആഡ് ചെയ്യണം കേട്ടോ. നാരങ്ങ നീര് ആഡ് ചെയ്യണം. പിന്നെ ഈ സമയത്ത് തന്നെ നമ്മൾ ഉപ്പിൻ്റെ കണക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരിത്തിരി കൂടി നിൽക്കണം. കറക്റ്റ് നമുക്ക് അതിൻ്റെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കറക്റ്റാണ് തോന്നിയാൽ അത് നമുക്ക് ഉപ്പുണ്ടാവില്ല. ഒരിത്തിരി കൂടി നിന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, നമുക്ക് കറക്റ്റാവുള്ളൂ വെന്ത് കഴിയുന്ന സമയത്ത്. പിന്നെ ഒരു 3/4 വേവാവണ വരെ നമ്മളിത് മൂടി വെച്ച് വേവിക്കുക. അതിന് ശേഷം ഇങ്ങനെ ഒരു വെള്ളം വിട്ട് ചെറുതായിട്ടൊരു വെള്ളത്തിന് ഇത് കണ്ടില്ലേ, അങ്ങനെ വെള്ളത്തിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി വരുമ്പോൾ നന്നായിട്ട് മൂടി ഇങ്ങനെ പ്രസ് ചെയ്ത് നമ്മൾ അമർത്തി മൂടിയിട്ട് ഈ നമ്മുടെ തീ ഉണ്ടല്ലോ, തീ ഇല്ലാത്ത അടുപ്പിലോട്ട് ഇത് മാറ്റുക. വേറെ അടുപ്പിലോട്ട് മാറ്റിയ ശേഷം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന അടുപ്പിലുണ്ടായിരുന്ന കനലുണ്ടല്ലോ, ആ കനൽ ഇതിലോട്ട് ഇടുക. എന്നിട്ട് ശേഷം നമ്മളൊരു 1/2 hour വെയിറ്റ് ചെയ്യുക. ബിരിയാണിൻ്റെ കളറൊക്കെ നോക്ക്, വാ അടിപൊളിയാണെന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നമുക്ക് ഇതേ സാധനം നമുക്ക് കുക്കറിലും ഉണ്ടാക്കാം, അല്ലാണ്ട് നമ്മുടെ ഗ്യാസിലും ഉണ്ടാക്കാം. പക്ഷേ നമ്മൾ ഈ അടുപ്പിലും കുക്കറിലും ഉണ്ടാക്കുന്നതാണ് പേഴ്സണലി എനിക്കിഷ്ടം. അത് വളരെ ടേസ്റ്റ് ആയിരിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് ചെയ്യണേ പ്ലീസ്. ഓക്കെ, ബൈ.